ധനുഷിനെ നായകനാക്കി ശേഖർ കമ്മൂല സംവിധാനം ചെയ്ത കുബേര തിയേറ്ററുകളിൽ എത്തിയതിന് പിന്നാലെ മികച്ച പ്രതികരണമാണ് നേടുന്നത്. ഗംഭീര പ്രകടനമാണ് സിനിമയിൽ ധനുഷ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ചിത്രത്തിലെ കഥാപാത്രത്തെ സ്വീകരിക്കാൻ ധനുഷ് കാണിച്ച ധൈര്യത്തെയും വാനോളം പുകഴ്ത്തുകയാണ് സിനിമാ പ്രേമികൾ. ഇന്ത്യയിലെ മറ്റൊരു നടനും ഇത്തരമൊരു കഥാപാത്രം ചെയ്യാൻ തയ്യാറാകില്ലെന്നാണ് പുറത്തുവരുന്ന പ്രതികരണങ്ങൾ. ആദ്യ ദിവസം തന്നെ തകർപ്പൻ അഭിപ്രായം നേടിയ സിനിമ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ്. ഇപ്പോഴത്തെ ബിഗ് ക്യാൻവാസിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ആദ്യദിന കളക്ഷൻ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് നിർമ്മാതാക്കളായ ശ്രീ വെങ്കടേശ്വര സിനിമാസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം ചിത്രം 30 കോടിയാണ് നേടിയിരിക്കുന്നത്. പോസിറ്റീവ് മൌത്ത് പബ്ലിസിറ്റി കൊണ്ട് തന്നെ വാരാന്ത്യത്തിൽ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച സംഖ്യ നേടുമെന്നാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത്. ധനുഷിന് പുറമെ രശ്മിക മന്ദാനയും നാഗാർജുനയുമാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഇരുവരുടെയും പ്രകടനവും മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ആരാധകരിൽ നിന്നും നേടുന്നത്. ശേഖർ കമ്മൂലയുടെ അടുത്തിറങ്ങിയ ചിത്രങ്ങളിൽ കുബേരയാണ് ഏറ്റവും മികച്ചതെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു. സുനിൽ നാരംഗ്, പുഷ്കർ റാം മോഹൻ റാവു എന്നിവർ ചേർന്ന് ശ്രീ വെങ്കടേശ്വര സിനിമാസ് LLP, അമിഗോസ് ക്രിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയുടെ ബാനറിൽ നിർമ്മിച്ച ചിത്രം സൊണാലി നാരംഗാണ് അവതരിപ്പിക്കുന്നത്. ദേവിശ്രീ പ്രസാദ് സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിലെ എഡിറ്റിംഗ് കാർത്തിക ശ്രീനിവാസാണ് കൈകാര്യം ചെയ്യുന്നത്. ചിത്രത്തിൽ ബോളിവുഡ് നടൻ ജിം സർഫാണ് നെഗറ്റീവ് റോളിലെത്തുന്നത്. ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസാണ് ചിത്രം കേരളത്തിലെത്തിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.